തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ അജണ്ട വെട്ടിക്കുറച്ച് മലപ്പുറം നഗരസഭാ കൗൺസിൽ യോഗം. തീരുമാനങ്ങളിൽ സുതാര്യത വരുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം. കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടെ നേരത്തെ നിശ്ചയിച്ച പല അജണ്ടകളും ചർച്ച ചെയ്യാനാവാതെ മലപ്പുറം നഗരസഭാ കൗൺസിൽ യോഗം സമാപിച്ചു. ബഡ് സ്കൂളിലെ ഡ്രൈവറുടെ നിയമനത്തെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോൾ നിയമനം സുതാര്യമല്ലെന്ന് പ്രതിപക്ഷം പറഞ്ഞു. അടിയന്തര സാഹചര്യത്തിൽ താൽക്കാലിക നിയമനം നടത്തിയതാണെന്നും PSCക്കോ എംപ്ലോയ്മെന്റിലേക്കോ നൽകി തീർപ്പാവുന്നതുവരെ താൽക്കാലിക നിയമനം തുടരട്ടെ എന്ന് സെക്രട്ടറി വിശദീകരിച്ചു. തുടർന്ന് നമ്പ്രാണി തടയണയുടെ വിഷയം ചർച്ച തുടങ്ങിയപ്പോൾ വലിയ തോടിന്റെ പ്രവൃത്തികൾ െ ചൊല്ലി കൗൺസിലർ പാച്ചത്ത് നാരായണൻ പറഞ്ഞു. ഒരു വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ പിന്നീട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് വൈകിപ്പിച്ച് അത് പ്രതിപക്ഷത്തിന്റെ തലയിൽ കെട്ടിവെക്കുന്ന പ്രവണതയുണ്ട് പല കാര്യത്തിലുമെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാമ്പാട് ഫ്ളാറ്റിലെ ഏതാനും റൂമുകൾ വാസയോഗ്യമല്ലാത്തതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് അനിൽകുമാർ താമസക്കാരുടെ പട്ടിക ചോദിച്ചു. എന്നാൽ ചട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ പട്ടിക നൽകേണ്ടതുള്ളൂ എന്നായി ഭരണപക്ഷ കൗൺസിലർമാർ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗങ്ങളെ തിരഞ്ഞെടുത്തതിലും സുതാര്യതയില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ചട്ടപ്രകാരം തന്നെയാണ് ഓരോ അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പറഞ്ഞു. 12ഓളം വിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിൽ പ്രധാന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്ത് കൗൺസിൽ പിരിച്ചുവിടുകയായിരുന്നു. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.